റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച സമയത്ത്, അതായത് പറക്കുന്നൊരു സാധനം കണ്ടുപിടിച്ച സമയത്ത് ആരും അതിനെ വിശ്വസിച്ചില്ല. ഇതൊക്കെ തട്ടിപ്പാന്ന് പറഞ്ഞു. റൈറ്റ് സഹോദരന്മാർ ഉറച്ചു പറഞ്ഞു നമുക്ക് പറക്കാൻ പറ്റുന്നു, ഇതാ നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തു. ആ സമയത്ത് പലരും, അതായത് റൈറ്റ് സഹോദരന്മാരും കുറച്ചാളുകൾ ഒഴികെ ബാക്കി ഒരുപാട് പേര്, ലക്ഷം കോടിക്കണക്കിന് ജനങ്ങൾ പറഞ്ഞു ഇത് അസംഭവ്യമാണെന്ന്. ഇന്നത്തെ പോലെ അത് വീഡിയോ എടുത്ത് കാണിക്കാനൊന്നും അന്ന് ഇതില്ല. ഇത്രയും ആളുകളെ കൂട്ടിയിട്ട് അവരെ മുമ്പിൽ വെച്ചിട്ട് പറക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിനെ എതിർത്തു. അത് വിചാരിച്ചിട്ട് വിമാനം ഇല്ല എന്ന് പറയാനും പറ്റൂല. ഇന്ന് ആളുകൾ, എത്രയോ ആൾക്കാർ, ഈ വീഡിയോ കാണുന്ന നിങ്ങളടക്കം പലരും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് യഥാർത്ഥമായ ഒരു സംഭവത്തിന് എത്ര മൂടി വെച്ചാലും അത് പുറത്തേക്ക് വരും. അത് സംഭവം സത്യമെന്ന് പറയും. മൊബൈൽ ഫോൺ, വയറില്ലാത്ത മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെങ്കിൽ യഥാർത്ഥമല്ലാത്തൊരു സാധനത്തിന് അതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കൂല്ല. അതൊരു കാലത്തും പുറത്ത് വരൂല്ല. ഇനി എത്ര ആളുകൾ അതിനെ അനുകൂലിച്ചാലും അത് തെറ്റ് തന്നെയാണ്. അതുപോലെ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, SMS മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ SMS മെഡിറ്റേഷൻ ചെയ്യുന്ന ആളെയോ അല്ലെങ്കിൽ SMS മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ആളെയോ ഒന്നും കുറ്റൊന്നും പറഞ്ഞിട്ടല്ല ഞാനത് ചെയ്തത്. അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ് ഡയമെൻഷനുകളെ കുറിച്ചിട്ട്. 14 ഡയമെൻഷനുകൾ. അത് ശാസ്ത്രജ്ഞന്മാരുടെ പേപ്പറുകളിൽ മാത്രം അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ തെറ്റായിട്ടാണ്, അത് തെറ്റാണ് എന്ന് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, എൻ്റെ ഏറ്റവും ഫസ്റ്റ് വീഡിയോ. പിന്നെ അത് പറഞ്ഞു വന്ന് ഞാനൊരു 4-5 വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തു. അതിൽ എന്താണ് SMS മെഡിറ്റേഷൻ എന്നുള്ളത് വരെ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ SMS മെഡിറ്റേഷൻ ഇയാൾ കണ്ടെത്തിയൊരു സംഭവമല്ല, ഇദ്ദേഹം കണ്ടെത്തിയൊരു സംഭവമല്ല. അത് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അത് മെഡിറ്റേഷനിലുള്ള ഒരു സംഭവം തന്നെയാണ്. ഇയാളായിട്ട് പുതുതായിട്ട് കണ്ടുപിടിച്ചൊരു സംഭവമല്ല അത്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നിർത്തിയതാണ്. ഇനി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്നും വെച്ചതാണ്. പക്ഷേങ്കിൽ 2-3 ദിവസം മുമ്പ് എന്നെ ഒരാൾ വിളിച്ചു. ഒരു 3 ദിവസം മുമ്പ് അൺനോൺ നമ്പർ എന്നാണ് വിളിച്ചിട്ട് സഭ്യമായ ഭാഷയിലൊന്നല്ല സംസാരിച്ചത്. അതുകൊണ്ട് അത് ഇവിടെ പ്ലേ ചെയ്യാൻ കഴിയില്ല. റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ മാന്യമായ ഭാഷയിലല്ല, നമുക്ക് കേൾക്കാൻ പറ്റാത്ത കുറേ വാക്കുകളൊക്കെ അതിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. പുള്ളി പറഞ്ഞൊരു കാര്യം, പുള്ളി എന്തോ പറഞ്ഞോട്ടെ, അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ചീത്ത ആർക്കും പറഞ്ഞോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല, നമ്മളെ മേക്ക് പറ്റുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാം ഞാൻ വിട്ട് കളഞ്ഞു. പക്ഷേങ്കിൽ ആ പുള്ളി പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പുള്ളി പറയുന്നത് വേദങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ്. ഡയമെൻഷനുകളെ കുറിച്ചിട്ടും SMS മെഡിറ്റേഷനെ കുറിച്ചൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ വേദം വായിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഗുരുജി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ വേദം ഒന്ന് പറഞ്ഞു കളയാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഞാൻ വായിച്ചിട്ടുണ്ടേ വേദം, ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറേ എല്ലാം ഞാൻ വേദത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പകാലങ്ങളിലെ അപ്പം അല്ല. എന്നിട്ട് ഞാനൊന്നും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി. അതിൻ്റെ ഇതിൽ ചുരുക്കി പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാടുണ്ട്, പറഞ്ഞാൽ ഇന്നൊന്നും തീരൂല. അപ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോവും. അത് നിങ്ങൾക്ക് കാണാനും ബോറായിരിക്കും. കാരണം എന്താ വെച്ചാൽ വേദങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ബോറടിക്കും. അതുകൊണ്ട് ചുരുക്കി വേദം എന്താണെന്നും വേദത്തിൽ ഈ ഇന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. വേദം പൂർണ്ണമായിട്ട് പറയുന്നില്ല, പൂർണ്ണമായിട്ട് പറയാൻ കഴിയൂല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. SMS മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് SMS മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ പറയുന്ന വീഡിയോ പറയാം. ചിരിക്കാനൊന്നും പാടില്ല, കാരണം എന്താ വെച്ചാൽ അവർ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. അതിന് ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ, എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല കോമഡി ചെയ്യും. ഓക്കെ, അത് നോക്കാം. ഞാൻ സൂര്യലോകത്തെ ഒരു നർത്തകിയായിരുന്നു. സൂര്യലോകം എന്ന് പറയുന്ന ലോകമുണ്ടോ? ഉണ്ട്. കരി പോലെ നിങ്ങളൊക്കെ? ഞാൻ പോയിട്ടുണ്ട്. രാമശിഷ്യ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? രാജാവ്. എവിടുത്തെ? ഒഡീഷ, ആന്ധ്രാപ്രദേശ് മിക്സ്ഡ് ആയി. മോൻ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ പറയുന്നുണ്ട് മോനെ ഗുരുജി പറ്റിച്ചോണ്ടിരിക്കുകയാണ്. തസ്മൈ ഗുരുജി നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ. അത് മോന്റെ മാത്രം വിചാരം. മോന്റെ ഇവിടെ ഞാൻ ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് ഇമോഷൻസ് ഒക്കെ കൂടാതെ അതൊക്കെ എനിക്ക് വളരെയധികം കുറഞ്ഞു ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വളരെ കുറഞ്ഞു, വളരെ ബെറ്ററായി. മോനെ അവിടെ പറയാറുണ്ടോ അമ്മ?
വല്ലപ്പോഴും. അത് സത്യം ഞാൻ പറയും. പൊളിഞ്ഞില്ലേ അവിടെ? സത്യത്തിൽ ഇതൊക്കെ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ചെന്ന് പറയുമ്പോൾ അവരെന്താ പറയാ? ഓരോ റീവിന് ഭ്രാന്താണ്. അപ്പൊ നമ്മൾ ആരെയും സഹായിക്കാൻ പാടില്ല എന്നാണോ? സഹായിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. നമുക്ക് അവരെ പ്രപഞ്ചം ഒഴിവാക്കിയ ആൾക്കാരെ നമ്മൾ ഇനി സഹായിക്കണമെന്നാണ് ആലോചിക്കുന്നത്. ആ ചെയ്യണം നമ്മൾ തെറ്റല്ലേ. നമുക്ക് തന്നെയാണ് കർമ്മഫലം കിട്ടി നമുക്ക് തന്നെ സമാധിക്ക് പോകാൻ പറ്റില്ല, മോക്ഷത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇതിലേക്ക് മറുപടി പറയേണ്ട ആൾ തസ്മൈ ഗുരുജിയാണ്. ശിവൻ കാണാൻ വന്നു. അതെ. നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന രൂപത്തിൽ കണ്ടായിരുന്നു. കഴുത്തിൽ പാമ്പ്, തലയിൽ ഗംഗ, കഴുത്ത് നീലക്കളം. എല്ലാം അതുപോലെ തന്നെയാണ്. എല്ലാം അതുപോലെ തന്നെ. ഒരു ആചാര്യകർമ്മ വരച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ആര് പറയുന്നേ, ഈ ഗുരുജി പഠിപ്പിക്കുന്നേ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ എന്ത് ചെയ്യുക, ഇതൊക്കെ വിട്, അതൊക്കെ ഒരു കോമഡി ആയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നവർ സീരിയസ് ആയിട്ട് എടുത്തോ. ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഇത് ഭയങ്കര സംഭവമായിരിക്കും. വെർച്വൽ അനുഭവം മാത്രമാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു സംഭവമാണ്. ഇതെന്തുകൊണ്ട് കാണാൻ പറ്റുന്നു എന്നുള്ള, ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. നമുക്കിപ്പം വേദം എന്താണെന്ന് നോക്കാം. എത്ര വേദം ഉണ്ടെന്നും വേദത്തിനെ എത്ര ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നും എല്ലാ വേദങ്ങളിലും എന്താണ് മുഖ്യമായ സാരാംശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനുശേഷം ഈ വേദത്തിൽ എവിടെയെങ്കിലും ഈ ഡയമെൻഷനുകളെ കുറിച്ചിട്ടും മറ്റേ ഗ്രഹങ്ങളെ കുറിച്ചിട്ടും ഈ സൗരയൂഥത്തിനെ കുറിച്ചിട്ടും പ്രപഞ്ചത്തിനെ കുറിച്ച് പറഞ്ഞിട്ട്, പ്രപഞ്ചമാണെല്ലെന്നാണ് SMS മെഡിറ്റേഷനിൽ പറയുന്നത്. പ്രപഞ്ചത്തിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ള വേദത്തിൽ എന്നുള്ളതൊക്കെ നമുക്കതിന് ശേഷം നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. വേദങ്ങൾ ഭാരതീയ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. ഇത് സനാതനധർമ്മത്തിലെ പ്രാചീന പവിത്ര ഗ്രന്ഥങ്ങളാണ്. വേദങ്ങൾ 4 തരംതിരിച്ചിരിക്കുന്നു. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഋഗ്വേദം ഏറ്റവും പ്രാചീനവും പ്രധാനവുമായ വേദമാണ്. ഇത് ഭക്തിഗാനങ്ങളുടെ സമാഹാരമാണ്. അധികം ഭക്തിമൂലകമായ രചനകളാണ് ഇതിലുള്ളത്. ഋഗ്വേദത്തിലെ മുഖ്യ വിഷയങ്ങൾ ഇവയൊക്കെയാണ്. ദേവതകൾ, പ്രധാനമായ ദേവതകൾ അഗ്നി, ഇന്ദ്ര, സൂര്യ, വരുണ, മരുത് മുതലായവയാണ്. ഭക്തിഗാനങ്ങൾ അഗ്നിയുടെ സ്തുതിയിലൂടെയാണ് ആരംഭിക്കുന്നത്. അഗ്നിദേവനെ യജ്ഞങ്ങളിൽ മുഖ്യമായാണ് ആചരിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥന, ദേവതകളോട് ആശംസകളും അഭിവാദ്യങ്ങളുമായി തുടങ്ങുന്ന പ്രാർത്ഥനകളും ആഗ്രഹങ്ങൾ നേടുന്നതിനുള്ള പ്രാർത്ഥനകളും. ദേവതകളുടെ മഹിമ, ദേവതകളുടെ ശക്തി, മഹിമ, കരുണ എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. സാംസ്കാരിക കാര്യങ്ങൾ, ആൽപ്പങ്ങളിലെ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങൾ, ജീവിതം, പാരമ്പര്യങ്ങൾ എന്നിവയ്ക്കുള്ള സൂചന. ഋഗ്വേദം ഏകദേശം 10,000 ശ്ലോകങ്ങൾ അടങ്ങിയ 128 സൂക്തങ്ങൾ ആയി വിഭജിച്ചിരിക്കുന്നു. ഓരോ സൂക്തവും ഭക്തിയോടെ പാടിയിരിക്കുന്നു. യജുർവേദം യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും പ്രദാനം ചെയ്യുന്ന മന്ത്രങ്ങളുടെ സമാഹാരമാണ് ഇതിൽ. 2 പ്രധാന വിഭാഗങ്ങളുണ്ട്. ശുക്ല യജുർവേദം, അതായത് വാജസനേയി സംഹിത, കൃഷ്ണ യജുർവേദം, തൈത്തിരീയ സംഹിത എന്നിങ്ങനെയാണത്. ഇതിൽ പറഞ്ഞിട്ടുള്ള മുഖ്യ വിഷയങ്ങൾ: യജ്ഞമാർഗങ്ങൾ, വിവിധ ഇനം യജ്ഞങ്ങൾ, അവയുടെ നടത്തിപ്പിനും ആവശ്യമുള്ള ചടങ്ങുകളിലെ ക്രമവും വിശദീകരിക്കുന്നു. മന്ത്രങ്ങൾ, യജ്ഞത്തിൽ ചൊല്ലുന്ന മന്ത്രങ്ങൾ, ഹോമങ്ങളിൽ ഉപയോഗിക്കുന്ന ശ്ലോകങ്ങൾ. സാമൂഹിക ധർമ്മങ്ങൾ, യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ കൃത്യങ്ങൾ, അവർക്കുള്ള നിർദ്ദേശങ്ങൾ. ദേവതകളുടെ ആരാധന, പ്രധാന ദേവതകൾക്ക് യാഗങ്ങളിൽ എങ്ങനെ പൂജ ചെയ്യണം, കർമ്മകാണ്ഡങ്ങളും ചടങ്ങുകളും. രാഷ്ട്രീയ, സാമൂഹിക, മാനവിക വിഷയങ്ങൾ, അന്നത്തെ സമൂഹത്തിലെ നിയമങ്ങൾ, സാമൂഹിക സാംസ്കാരിക കാര്യങ്ങൾ. ചില പ്രധാന യജ്ഞങ്ങൾ: അശ്വമേധം, രാജകീയ യജ്ഞം, ശക്തിയും തേജസ്സും വർദ്ധിപ്പിക്കാൻ. സോമയാഗം, സോമവള്ളിയുടെ രസങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന യജ്ഞം. അഗ്നിഹോത്രം, ദിവസവും അഗ്നിക്ക് ഹോമം നൽകുന്ന യജ്ഞം. ലക്ഷ്യം:
യജുർവേദം യജ്ഞങ്ങൾ നടത്തുന്നതിനുള്ള വൈദിക മാർഗരൂപം നൽകുകയും യജ്ഞങ്ങൾ പൂർണ്ണമാക്കാൻ വേണ്ട മന്ത്രങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സാമവേദം വേദങ്ങളിൽ ഏറ്റവും സംഗീതപരവും സംഗീതത്തോടൊപ്പം ആരാധനാ രീതി ഉൾക്കൊള്ളുന്നവയുമാണ്. ഇത് ഭക്തിഗാനങ്ങളുടെ ഒരു സമാഹാരമായി കണക്കാക്കപ്പെടുന്നു. മുഖ്യ വിഷയങ്ങൾ ഇവയൊക്കെയാണ്. സാമഗാനങ്ങൾ ശ്രീമൂലമായും ഈ ദേവതയ്ക്ക് സമർപ്പിക്കുന്ന ഗാനങ്ങൾ. സാമഗാന രീതികൾ സംഗീതത്തിലൂടെ ദേവതകളുടെ ആരാധന നടത്താനുള്ള രീതികൾ. യജ്ഞസംഗീതം യാഗച്ചടങ്ങുകളിലും പൈതൃക ചടങ്ങുകളിലും പാടുന്ന ചന്തങ്ങളും ഗാനങ്ങളും. ശ്രുതിലയങ്ങൾ ഈ ഗാനങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ ശ്രുതികളും ലയങ്ങളും. ദേവാരാധന പ്രധാനമായ ദേവതകളായ ഇന്ദ്ര, അഗ്നി, സോമ എന്നിവരുടെ ആരാധനാ ഗാനങ്ങൾ. പ്രത്യേകതകൾ: സാമവേദ സാഹിത്യത്തിൻ്റെ ഭാവം. ഇത് ഭക്തിരസത്തോടും സംഗീത അഭിനിവേശത്തോടുമുള്ള ഒന്നാണ്. സംഗീതശാസ്ത്രം സാമവേദം സംഗീതശാസ്ത്രത്തിൻ്റെ പ്രാചീനമായ അടിസ്ഥാനം കൊടുക്കുന്നു. ഭാഗങ്ങൾ: പുരുവാർച്ചികം മേജർ പാട്ടുകളും ഇന്ദ്രദേവനോടുള്ള ആരാധനാ ഗാനങ്ങളും. കിട്ടാത്ത വാക്കുകളായതുകൊണ്ടാണ് ഈ ഒരു സംസാരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം. ഇനി അടുത്തത് പറയാം. ഉത്തരാർച്ചികം വ്യത്യസ്ത ദേവതകളോടുള്ള ആരാധനാ ഗാനങ്ങൾ. സാമവേദം കൃത്യമായി ചൊല്ലപ്പെടുകയും സംഗീതത്തിലൂടെ ഉച്ചരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ സംഗീതത്തോടും ഭക്തിയോടും ഒരു അനുബന്ധം പുലർത്തുന്നവരായാണ് സാമവേദ സാഹിത്യത്തെ കണ്ടുവരുന്നത്. ഇന്നും ഇതുപോലുള്ള രീതികളുണ്ട്. നിങ്ങൾ ഭജനകളൊക്കെ പാടുന്നത് കേട്ടിട്ടില്ലേ? അതൊക്കെ ഈ ഒരു സാമവേദത്തിൻ്റെ ഭാഗമായിട്ടാണ്. സംഗീതത്തിലൂടെ ദൈവത്തെ ആരാധിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥർവവേദം അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ വൈവിധ്യത്തിനാൽ മറ്റു വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് അടിസ്ഥാനപരമായി സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സമാഹാരമാണ്. മുഖ്യ വിഷയങ്ങൾ: ആരോഗ്യം, രോഗശാന്തി, രോഗങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മന്ത്രങ്ങൾ, ഔഷധങ്ങളോട് ബന്ധപ്പെട്ട മന്ത്രങ്ങൾ. മന്ത്രവാദം ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള സംരക്ഷണത്തിനായുള്ള ശക്തി പ്രാപിക്കുന്നതിനുള്ള മന്ത്രങ്ങൾ. ആശംസകൾ സമാധാനം, സമൃദ്ധി, സമ്പത്ത് എന്നിവ നേടുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളും. പ്രകൃതി ദേവതകൾ ഭൂമി, ജലം, വൻമരം, പർവ്വതം എന്നിവയുടെ ആരാധന. അതായത് ഭൂമിയിൽ കിളക്കുകയോ വീടെടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുവേണ്ടി മരങ്ങൾ മുറിക്കാൻ വേണ്ടി വരുന്ന സമയത്ത്, പർവ്വതം പൊട്ടിച്ച് കല്ല് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രങ്ങളാണ് ഇതൊക്കെ. ഉദാഹരണം പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വിവിധ ഋതുക്കൾ, വിവിധ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട വിദ്യകളും മന്ത്രങ്ങളും. അതായത് പണ്ട് കാലത്ത് ഈ മഴ, ഇടിമിന്നൽ, ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും അത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകതകൾ: സാമൂഹിക ആധ്യാത്മിക കാര്യങ്ങൾ, ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, വിശ്വാസങ്ങൾ. ഒരുപാട് ആചാരവും വിശ്വാസവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, ഇടയിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളാണ്. വിശദീകരിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. ഇനി അടുത്തത് ശാന്തി കർമ്മങ്ങൾ. സമാധാനം കൊണ്ടുവരുന്നതിനുള്ള, ദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള, സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനുള്ള കർമ്മങ്ങൾ. അതായത് പണ്ട് രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് തടയാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഉപവിഭാഗങ്ങൾ: ശാന്തികർമ്മങ്ങൾ സമാധാനം കൊണ്ടുവരാനുള്ള, പൗഷ്ടിക കർമ്മങ്ങൾ ആരോഗ്യവും സമ്പത്തും വർദ്ധിപ്പിക്കുന്നതിനുള്ള. അതായത് രാജാവ് ഇപ്പോൾ കുറച്ച് അസുഖമൊക്കെ വന്നു, രാജാവിന് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ സംഭവമാണ് ചെയ്യുക. ഇപ്പോൾ ആരോഗ്യം സമ്പത്തും എല്ലാം വരാൻ വേണ്ടി പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യും. അതാണ്. പിന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കും. യുദ്ധത്തിനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട്, അതായത് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് വർദ്ധിക്കുക എന്നല്ലോ ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് സംഭവം. പിന്നെ ആഭിചാര കർമ്മങ്ങൾ, ശത്രുക്കളെ കീഴടക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളത്.
അതായത് അതും യുദ്ധത്തിനും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ്. അത് സംഭവം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യും. അതിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ മുട്ടയിലുള്ള കൂടോത്രം കാര്യങ്ങൾ വരെ വന്നത്, ഈ ഒരു സംഭവത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? അതൊന്നും പണ്ടില്ല, ഇപ്പോഴാണ് ഇതൊക്കെ വന്നത്. ഓക്കെ, അത് വിവരിക്കുന്നില്ല, അടുത്തതിലേക്ക് പോവാം. ലക്ഷ്യം: അഥർവവേദം സാധാരണ ജനങ്ങളുടെ ദിനചര്യയായി ബന്ധപ്പെട്ടു നിന്നു. അവർക്കുള്ള ഔഷധങ്ങൾ, രോഗശാന്തി, സംരക്ഷണം, സമാധാനം, സമൃദ്ധി എന്നിവ സംബന്ധിച്ച മന്ത്രങ്ങളും കർമ്മങ്ങളും പരിഷ്കരിച്ചിരിക്കുന്നു. അത് പരിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മുട്ടയുള്ള കൂടോത്രങ്ങളും കാര്യങ്ങളും വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ഇതിൻ്റെ സവിശേഷത മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും സമഗ്ര പരിഗണനയും പരിഹാരങ്ങളും നൽകുന്നതിലാണ്. ഓക്കെ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേദങ്ങളിൽ നമ്മുടെ ദൈവങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് വേദങ്ങളിൽ പറഞ്ഞ ദൈവങ്ങളെയാണ് നമ്മൾ കൃത്യമായി ആരാധിക്കേണ്ടത്. ഇന്ന് കാണുന്ന പല ദൈവങ്ങളും വേദങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വേദങ്ങളിൽ ഏതൊക്കെ ദൈവത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിൽ കുറേ ചുരുക്കിയിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ദൈവങ്ങളെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞങ്ങളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിങ്ങൾ ഒരുപാട് നിങ്ങളെ പുറമേ കാണാൻ പറ്റും, അതൊന്നല്ല ഇതിലുള്ളത്. ഞാൻ കാര്യങ്ങൾ വിശദമായി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് നോക്കാം. വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രധാന ദേവതകൾ നിരവധിയുണ്ട്. ഇവർ ഓരോന്നും തങ്ങളുടെ പ്രത്യേകതകളും കഴിവുകളും കൊണ്ട് പ്രാധാന്യമുള്ളവരാണ്. പ്രധാന ദേവതകളെക്കുറിച്ചുള്ള കുറിപ്പുകൾ ഞാൻ ഇനി പറയാം. ഇന്ദ്രൻ. ഋഗ്വേദത്തിലാണ് ഇന്ദ്രനെ കുറിച്ചുള്ള വിവരണമുള്ളത്. തകർമ്മത്തിൻ്റെയും മിന്നലിൻ്റെയും ദേവൻ, ആകാശത്തിൻ്റെ രാജാവ് എന്നിവയൊക്കെയാണ് വിശേഷണം. പ്രാധാന്യം: യജ്ഞങ്ങൾ, യുദ്ധങ്ങളിൽ വിജയപ്രധാനം, മഴയും വിളവുമെല്ലാം. ഇനി അഗ്നിദേവൻ. ഋഗ്വേദം, യജുർവേദം ഇവയിലൊക്കെയാണ് അഗ്നിദേവനെക്കുറിച്ചുള്ള വിവരണമുള്ളത്. അഗ്നിദേവൻ യജ്ഞങ്ങളുടെ മുഖ്യദേവനാണ്. പ്രാധാന്യം: ഹോമങ്ങൾ, പൂജകൾ, ബന്ധങ്ങളിലെ തിളക്കം, പ്രകാശം, താപം. ഇതൊക്കെയാണ് അഗ്നിദേവൻ്റെ ഇത്. അഗ്നിദേവൻ സൂര്യദേവനുമായിട്ടും ഒരു ബന്ധമുണ്ട്. കാരണം പ്രകാശം വരുന്നത് കൊണ്ട് സൂര്യദേവനുമായിട്ടും ഒരു ബന്ധമുണ്ട്. സൂര്യദേവൻ്റെ പ്രതിനിധി എന്നൊക്കെ രീതിയിലൊക്കെ കാണാറുണ്ട്. ഇനി സൂര്യദേവൻ. വേദം: ഋഗ്വേദം, സാമവേദം. വിവരണം: സൂര്യദേവൻ പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും ദേവൻ. പ്രാധാന്യം: പ്രഭ, ആരോഗ്യവും ജീവിതവും. അതായത് ഊർജത്തിൻ്റെ ദേവൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിവരണം സൂര്യദേവനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്ന് കുറച്ച് ആളുകൾ എടുത്തിട്ട് വേദത്തിൽ ഈ സൂര്യനിൽ നിന്നും ഊർജം ഉണ്ടാക്കിയെടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. അതായത് ഊർജം പറയുന്നത് ശക്തി എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. സൂര്യദേവനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ശക്തി കിട്ടും എന്നാണ് ഇതിൽ ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ അവരതെന്താക്കി മാറ്റിയിട്ട് പറഞ്ഞു സൂര്യനിൽ നിന്നും ഊർജം വരുന്നുണ്ട്, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് വേദത്തിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വെള്ള പൂശുക, വെളുപ്പിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാര്യം. ഓക്കെ, ഇനി അടുത്തത് വരുണൻ. ഋഗ്വേദത്തിലാണ് വരുണനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ജലത്തിൻ്റെ ദേവൻ, പരിപാലകൻ, നീതി നിർവഹണം, ജലസ്രോതസ്സുകൾ, സമുദ്രം. ഇതൊക്കെ വരുണൻ്റെ ഇതാണ്. ഇനി വായു. ഋഗ്വേദത്തിൽ തന്നെയാണ് വായുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വായുദേവൻ കാറ്റിൻ്റെ ദേവനാണ്. പ്രാണവായു നൽകുന്നവനാണ്, ആരോഗ്യം നൽകുന്നവനാണ്. അതായത് ഓക്സിജൻ, ചില ആൾ പറയും ഓക്സിജനെ കുറിച്ചിട്ട് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓക്സിജൻ കിട്ടിയാലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇതാണ് ഈ വായുവിനെ കൊണ്ട് പ്രാണദേവൻ, പ്രാണവായു എന്നെല്ലാം പറയുന്നതിൻ്റെ ഇതിനാണ് അവർ നേരെ തിരിച്ച് വെള്ളം പൂശിയിട്ട് ഇങ്ങനെയാക്കി മാറ്റിയിട്ടുള്ളത്. അതൊന്നും യഥാർത്ഥത്തിലല്ല. സംഭവം വായു എന്ന് പറയുന്നത് ഈ ദേവൻ എന്ന് പറയുന്നത് നമ്മളെ വായു കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഓക്സിജനെ കുറിച്ചിട്ടൊന്നല്ല വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. വായുദേവൻ തന്നെയാണ് പറഞ്ഞിട്ട്. അതിന് രൂപവും ഭാവവും ചിത്രവും എല്ലാം ഉണ്ട്. നിങ്ങൾ വേദം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി സോമദേവൻ. അതായത് ഈ ദേവനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കേരളത്തിൽ ഇഷ്ടപ്പെടുന്നത്, ചാലക്കുടി ഭാഗത്തൊക്കെ മെയിനായിട്ട് പോയി കഴിഞ്ഞാൽ.
ഋഗ്വേദം സാമവേദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സോമദേവൻ, സോമവള്ളിയുടെ ദേവൻ, സോമപാനം, അമൃതം, ഉത്സവങ്ങൾ, അതായത് മദ്യത്തിൻ്റെ ദേവനാണ് സോമദേവൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ദേവനെ ആയിരിക്കും. ഓക്കെ, ഇനി യമദേവൻ ഇഷ്ടപ്പെടാത്ത ദേവനായിരിക്കും. യമൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഋഗ്വേദത്തിലാണ് വിവരിച്ചിട്ടുള്ളത്. മൃത്യുവിൻ്റെ ദേവനാണ്. മതിയുള്ളവരുടെ രാജാവ്, അതായത് അഹങ്കരിക്കുന്നവരെ എന്ത് ചെയ്യും, ഈ യമൻ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. വേണ്ടാണ്ട് അഹങ്കരിക്കുന്നവരാണ് ഉദ്ദേശിക്കുന്നത്. പ്രാധാന്യം ആത്മസംശുദ്ധി, അതായത് ആത്മാവിനെ ശുദ്ധീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മരണം എന്ന് പറയുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് വേദത്തിൽ പറയുന്നത്. നിര്യാതരുടെ പരലോകയാത്ര, അതായത് ഈ സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് യമനാണ്. അതാണ് വേദത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഋഗ്വേദം വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ എനിക്ക് ചുരുക്കി പറയാൻ മാത്രമേ സാധിക്കൂ, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്തായി. അടുത്ത ദേവനെ പറയാം, ഉഷസ്. ഋഗ്വേദത്തിലാണ് ഉഷസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പ്രഭാതത്തിൻ്റെ ദേവി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഭാതം, പുതുവിലാസം, ഉന്മേഷം, ഇതും സൂര്യൻ്റെ ഒരു ഇതായിട്ട് വരുന്നതാണ്. സൂര്യൻ പ്രഭാതം ഉദിച്ച് വരുന്ന സമയത്ത് ഭാര്യാസമേതനായിട്ട് വരുന്നത് ഉഷസ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് കൃത്യമായി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൂര്യൻ ഉദിച്ചു വരുന്നതെന്നല്ല, അതായത് ഈ പറയുന്ന ഈ 14 ലോകങ്ങളുണ്ട്. ഈ 14 ലോകങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെയാണ്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്യും, നേർരേഖയിലാണ് സഞ്ചരിക്കുക. നേർരേഖയിൽ സഞ്ചരിക്കുക, ഓരോ ഗ്രഹത്തിൻ്റെ അടുക്ക് എത്തുമ്പോൾ ആ ഗ്രഹത്തിലേക്ക് എന്ത് ചെയ്യും, അതായത് ആ ഗ്രഹം എന്നൊന്നല്ല പറയുന്ന ആ ലോകത്തിലേക്ക് പ്രകാശം ചൊരിയും. ഉഷസ്സുമായിട്ട് വരുവായി സന്ദർശിക്കാൻ വേണ്ടി വരുന്നതാണെന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചതുപോലെ ഈ സൗരയൂഥത്തിനെ കുറിച്ചോ പ്രപഞ്ചത്തിനെ കുറിച്ചോ അല്ല അതിൽ പറയുന്നത്. ഓരോ ലോകത്തിലേക്ക് സൂര്യൻ ഓരോ ദിവസം ഇങ്ങനെ കാണാൻ വേണ്ടി വരും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇത് സഞ്ചരിക്കുക. ഇങ്ങനെ നേർരേഖയിൽ ഇങ്ങനെ ഓരോ ലോകത്തിനെ ഒട്ടിച്ചു വെച്ചിട്ടാണ് ഉള്ളത് ആകാശത്ത്. അപ്പോൾ സൂര്യൻ്റെ ചലനത്തിനനുസരിച്ചിട്ട് അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഇതിലേക്ക് കാണാൻ വേണ്ടി വരുവായി. അപ്പോൾ അതാണ് ഉഷസ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. പ്രഭാതത്തിൻ്റെ ദേവിയായിട്ടാണ് സൂര്യൻ വരിക. രുദ്രൻ, അതായത് രുദ്രനാണ് കുറച്ചും കൂടെ എല്ലാ ഇതിലും പെടുന്ന ഒരു ദേവൻ. നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ മനസ്സിലായി. യജുർവേദത്തിലാണ് രുദ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്ഷമയുടെ ദേവൻ, യുദ്ധത്തിൻ്റെയും വൈദ്യത്തിൻ്റെയും ദേവൻ, പിന്നെ രക്തപശ്ചാത്താപം, വൈദ്യുതം. ഇതാണ് വൈദ്യുതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത്. അതായത് ഈ ദേവനാണ് എന്ത് ചെയ്യുന്നത്, സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന് രുദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പേരുകളുണ്ട്. അതിൽ ശിവനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ രുദ്രൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നതും പറയുന്നതായ ശിവൻ. അപ്പോൾ അത് ജലത്തിൻ്റെ ദേവനാണ്. ജലം കൊടുക്കുന്നത്, ഇതാക്കുന്നത്. അതുകൊണ്ടാണ് ഗംഗ ഉത്ഭവിച്ചു വരുന്നത്, തലേന്ന് ഉത്ഭവിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പിന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ്. ഇതെല്ലാം എന്തായാലും ഈ നാട്യശാസ്ത്രമായാലും ആയോധന കലയായാലും ഈ ആയുർവേദമായാലും ഈ എല്ലാ സംഭവവും ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അർദ്ധനാരീശ്വര സങ്കല്പമാണ് രുദ്രൻ എന്ന് പറയുന്നത്. അതായത് ഒരാണും ഒരു സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ഒരു ജനനം നടക്കുകയുള്ളൂ. അത് നമുക്കറിയാലോ. അപ്പോൾ അതിന് തുല്യമായ രീതിയിലാണ് രുദ്രനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ പല പേരുകളും പറയുന്നുണ്ട്. അതിലൊരു പേരാണ് ശിവൻ എന്നുള്ളത്. മഹാദേവൻ എന്ന് പറയുന്നുണ്ട്, നടരാജൻ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശിവൻ്റെ ഇതാണ്. അപ്പോൾ ഇതാണ് ഇന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് രുദ്രൻ എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രനാണ് എല്ലാ ദൈവങ്ങളുടെയും രാജാവ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വരുന്നത് രുദ്രനാണ്. ഇനി അടുത്തത് പറയാം അപ്സ്. അപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വേദത്തെ അഥർവവേദത്തിലാണ് അപ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ജലദേവതകൾ, ജലസ്രോതസ്സുകൾ, സമുദ്രം, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രുദ്രൻ്റെ ഒരു കുറേ അവതാരങ്ങൾ പോലെയാണ് ഇതൊക്കെ പറയുന്നത്. അതായത് വരുണനായാലും ഈ അപ്സ് ആയാലും ഇതൊക്കെ ഈ രുദ്രൻ്റെ ഓരോ ഭഗവേദങ്ങളാണ്, മാറ്റങ്ങളാണ് ഇതായിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ കേൾക്കാം ജലദേവതകൾ, ജലസ്രോതസ്സുകൾ, സമുദ്രം, ഇതെല്ലാം അപ്സിൻ്റെ ഒരു വിവരണമാണ്. അതൊക്കെ രുദ്രനിലും കാണാൻ നിങ്ങൾക്ക് രുദ്രനെ കുറിച്ച് വായിക്കുന്ന സമയത്ത് അതിലും കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഭൂമിദേവി, ഇതും രുദ്രൻ്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്. അഥർവവേദത്തിലാണ് വിവരിക്കുന്നത്. ഭൂമിയുടെ ദേവി, ഫലവും സമൃദ്ധിയും, അതായത് ഇന്ദ്രൻ കൊടുക്കുന്നില്ലേ, ഇന്ദ്രൻ കൊടുക്കുന്ന ഫലവും സമൃദ്ധിയും, അതായത് ഇന്ദ്രൻ കൊടുക്കുന്നത് രുദ്രനാണ് സൃഷ്ടിച്ചുണ്ടാക്കുന്നത്.
ഓക്കെ, സൃഷ്ടി ഇതൊക്കെ വരുന്നത് രുദ്രൻ്റെ ഇതിലാണ്. നിങ്ങൾ ബ്രഹ്മാവിനെയൊന്നും കാണുമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം വരുന്നത് ബ്രഹ്മാവൊക്കെ വരുന്നത് രുദ്രൻ്റെ ഇതിലാണ്. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭൂമിയുടെ ദേവി, ഭൂമി ഫലവും സമൃദ്ധിയും ഇതൊക്കെ തരുന്നത് ഭൂമി ദേവി. അടുത്തത് ദിവ്യ പൃഥ്വി. ഋഗ്വേദത്തിലാണ് ഇതിനെക്കുറിച്ച് വിവരിച്ചത്. ആകാശവും ഭൂമിയും, സൃഷ്ടി സംരക്ഷണം, ഇതും രുദ്രൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. സൃഷ്ടിയും സംരക്ഷണവും ഇതൊക്കെ വരുന്നത് രുദ്രൻ്റെ ഇതിൽ വരുന്നതാണ്. അതിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരാളെ നിയോഗിച്ചതുപോലെയാണ് ഇതിൽ കാണിക്കുന്നത്. രുദ്രൻ ഓരോരോ സ്ഥലത്ത് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും രുദ്രൻ്റെ ഒരു ഇതിലാണ് വരുന്നത്. മരുത്, വേദം ഋഗ്വേദത്തിലാണ് മരുതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതും കാറ്റിൻ്റെയും മഴയുടെയും ദേവതകൾ, പ്രളയം, മഴ, കാറ്റ്. അതായത് രുദ്രൻ കോപിച്ച് കഴിഞ്ഞാൽ മൂന്നാം തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഈ പ്രളയം വരും. സംഹാരതാണ്ഡവം ആടുന്ന സമയത്ത് പ്രളയം വരും എന്നൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. ഇതിലിവിടെ ഇപ്പോൾ പേര് കൊടുത്തിട്ടുള്ള മരുത് എന്നുള്ളതാണ്. അതും രുദ്രൻ്റെ ഒരു ഇതിലാണ് വരുന്നത്. പുഷൻ, ഋഗ്വേദത്തിലാണ് പുഷനെ കുറിച്ചിട്ട് വിവരണം ഉള്ളത്. യാത്രക്കാരുടെ സംരക്ഷകൻ, കന്നുകാലികളുടെ ദേവൻ. അറിയാലോ, കന്നുകാലി എന്ന് പറയുമ്പം തന്നെ അതും രുദ്രൻ്റെ ഇതിലാണ്. നമ്മളെ വാഹനം, ശിവൻ്റെ വാഹനം ഏതാണെന്ന് ആലോചിച്ചാൽ മതി. കാർഷികം, പരിരക്ഷ, കാർഷികം, ബലരാമൻ, ഇതൊക്കെ ശിവൻ്റെ ഒരു ഇതിലാണ് വരുന്നത്, കാർഷികമായിട്ട് വരുന്നത്. അപ്പോൾ അതും പുഷനും ഒരു രുദ്രൻ്റെ ഇതിലാണ്. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എല്ലാത്തിൻ്റെയും ഒരു നാഥൻ എന്ന് പറയുന്നത് രുദ്രനാണ്. അതായത് ഇന്ദ്രൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രുദ്രനാണ്. രുദ്രൻ്റെ കീഴിലാണ് ഇതൊക്കെ വരുന്നത്. രുദ്രൻ ഉണ്ടാക്കി ഓരോരാളെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോരോ കാര്യത്തിന് വേണ്ടി വിടുന്നത് പോലെയാണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത്. അതിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കുറച്ച് അറിവുള്ളവരാണെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തരുക. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്തത് അപാം നബത്, ഋഗ്വേദത്തിൽ തന്നെയാണ് ഈ ദേവനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുള്ളത്. അതും വരുണൻ്റെ ഒരു വിഭാഗമായിട്ടാണ് വരുന്നത്. ജലത്തിൻ്റെ ദേവൻ, ജലസ്രോതസ്സുകൾ, ജീവനിൻ്റെ നിലനിർത്തൽ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശിവം പോയ ശവമായി എന്നുള്ളത്. അപ്പോൾ അതേപോലെ അതാണ് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതും രുദ്രൻ തന്നെയാണ്, രുദ്രൻ്റെ ഒരു ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ അടുത്തത് തൃഷ്ട്, വേദം ഋഗ്വേദത്തിലാണ് വിവരണം. സൃഷ്ടിയുടെ ദേവൻ, അതും പറഞ്ഞില്ലേ, രുദ്രനാണ് സൃഷ്ടി. അതായത് അർദ്ധനാരീശ്വര സങ്കല്പം, സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു സങ്കല്പം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അടുത്ത ജനറേഷൻ ഉണ്ടാകാൻ പറ്റൂ എന്നുള്ളത് വേദത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ. അതുകൊണ്ടും ഇതും തൃഷ്ടും എന്താണ് സൃഷ്ടിയുടെ ദേവനാണ്. അത് രുദ്രൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ. മിത്രൻ, വേദം ഋഗ്വേദത്തിലാണ്. സൗഹൃദത്തിൻ്റെ ദേവൻ, സൗഹൃദം, നീതി, അതൊക്കെ ശിവൻ്റെ ഇതിൽ തന്നെ വരുന്നതാണ്. അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് പറയുന്നത് നിങ്ങൾക്ക് ഒരു പരിചിതമായ ദേവനാണ് വിഷ്ണുവിനെ കുറിച്ചിട്ട്. ഋഗ്വേദത്തിൽ തന്നെയാണ് വിഷ്ണുവിൻ്റെ ഇത്. വാസ്തവത്തിൻ്റെ സംരക്ഷകൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സംരക്ഷണം, മാനവ സംരക്ഷണം, അതായത് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നതും നോക്കുന്നതും പിടിക്കുന്നതും ഒക്കെ വിഷ്ണു എന്ന് പറയുന്നത്. പക്ഷേ ഇത് സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും രുദ്രനാണ്. അപ്പോൾ രുദ്രൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് ഈ വിഷ്ണു എന്ന് പറയുന്നതും രുദ്രനിൽ നിന്നുണ്ടായ ഒരു സംഭവം തന്നെയാണെന്നാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ. അത് പല രീതിയിലും പലരും വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഇത് ഈ രുദ്രനെ മാറ്റിയിട്ട് വിഷ്ണു ആണ് എല്ലാത്തിൻ്റെയും സംഭവം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാവുന്നത് ഇതുമാത്രമാണ്. രുദ്രൻ്റെ കുറേ വകഭേദങ്ങളാണ് ഈ പറയുന്ന ദൈവങ്ങളെല്ലാം. ആര്യാമൻ, ഋഗ്വേദത്തിൽ തന്നെയാണ് പറയുന്നത്. ഔദ്യോഗിക മേധാവി, നിയമം, പരിഗണന, ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ മെയിനായിട്ട് ശിവൻ്റെ കഥകൾ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിയമവും കാര്യങ്ങളൊക്കെ പറയുന്നത് ശിവൻ്റെ ഇതിൽ കഥകളിൽ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയുന്നത് രുദ്രനാണ്. ഇന്ദ്രൻ്റെ ഒരു ഭാഗമാണ് എന്ത് വരുന്നത്, രുദ്രൻ എന്ന് പറയുന്നത്. രുദ്രൻ്റെ ഒരുപാട് വകഭേദങ്ങളാണ് ഈ പറയുന്ന ദൈവങ്ങളൊക്കെ. ഇതൊക്കെ പ്രധാനപ്പെട്ട ദൈവങ്ങളാണ്. ഇനിയും ദൈവങ്ങളുണ്ട് വേദങ്ങളിൽ, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുക. എല്ലാം പറയാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. ഇവയാണ് വേദങ്ങളിൽ പ്രാധാന്യമുള്ള ദേവതകൾ. ഓരോ ദേവനും ഓരോരോ നിർദ്ദിഷ്ട മേഖലയിൽ വിശ്വസ്തരായി ആരാധിക്കപ്പെടുന്നു. ഇതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. ഇനി നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരാം. അതായത് ഈ വേദങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോയെന്നോ, ഡയമെൻഷനെക്കുറിച്ചോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. വേദങ്ങളിൽ ഡയമെൻഷൻ എന്ന ആശയം നേരിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വേദങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന ധാരണകളും കർമ്മങ്ങളും അടങ്ങിയതാണ്.
ഫിസിക്കൽ, മാതാഫിസിക്കൽ ആത്മീയ തലങ്ങളെ പരാമർശിക്കുന്ന നിരവധി മൊഴികൾ വേദങ്ങളിൽ കാണാം. ഇതിനെന്ത് ചെയ്യുന്നു, ഇതിനെ മാറ്റി മറിച്ചിട്ടാണ് വേദങ്ങളിൽ പ്രപഞ്ചത്തിനെ മൊത്തം പറഞ്ഞിട്ടുണ്ട്. അതായത് വേദങ്ങളിലാകെ പറഞ്ഞിട്ടുള്ള 14 ലോകങ്ങളെക്കുറിച്ചാണ്. ഈ 14 ലോകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 ലോകങ്ങളും ഈ 14 ലോകങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ലോകങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ടായും 3 ലോകങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാണ് ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭൂമി ഋഗ്വേദത്തിലാണ് ഈ ഭൂമിയെക്കുറിച്ച് അതിൻ്റെ ആകൃതിയോ കാര്യങ്ങളോ ഒന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല. ആകാശം, അതിന് പുറത്തെ ലോകങ്ങൾ എന്നിവയുടെ പരിമിതികളെക്കുറിച്ചുള്ള ചെറിയൊരു സൂചനകൾ മാത്രമാണ്, ബൗണ്ടറീസിനെ കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദത്തിൽ സൂര്യൻ്റെ ഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. സൂര്യൻ്റെ ഗതി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒട്ടിച്ചു വെച്ച രീതിയിലാണ് 14 ലോകങ്ങളിൽ സൂര്യൻ എന്ത് ചെയ്യുന്നു, നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഓരോ ലോകത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പം സൂര്യൻ എന്ത് ചെയ്യുന്നു, അനുഗ്രഹം ചൊരിയുന്നു, അതായത് പ്രകാശം കിട്ടുന്നു. സൂര്യൻ ഇങ്ങനെ പോകുന്ന ഭാഗത്ത് സൂര്യൻ മറിഞ്ഞു കഴിഞ്ഞാൽ, ആർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുട്ടായി. പിന്നെ ആദ്യം അടുത്ത സൂര്യൻ വരുന്നതാണ് അടുത്ത ദിവസം. ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡയമെൻഷനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഡയമെൻഷനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ യജ്ഞപീഠങ്ങളുടെ വീതി, നീളം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. യജ്ഞങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിൽ യജുർവേദത്തിലാണ് അത് പറയുന്നത്. യജുർവേദത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യജ്ഞങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിൽ പീഠങ്ങളുടെ ആകൃതി, വീതി, ഉയരം എന്നിവയെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് ഉള്ളത്. ഇത് യാഗപീഠത്തിൻ്റെയും ആചാരികളുടെയും ഗണിതങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് ആ ഡയമെൻഷനെ കുറിച്ച് പറഞ്ഞെന്ന് ആ പുള്ളി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഗുരുജി അയാളെ പഠിപ്പിച്ചു കൊടുത്തത് ഇത് വെച്ചിട്ടാണ്. ഏതായത് ഡയമെൻഷൻ എന്ന് പറഞ്ഞ അളവാണ്, യജ്ഞപീഠം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ അളവ് മാത്രമാണ് ഇതിൽ കൊടുത്തത്. അതാണ് ഈ പുള്ളി പറഞ്ഞ വേദത്തിൽ എന്തുണ്ട്, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷനെ കുറിച്ചിട്ട് എന്ന്. എന്താണ് കഥ, ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ശബ്ദതരംഗങ്ങൾ, അതായത് സംഗീതത്തിൻ്റെ, അതായത് ഞാൻ പറഞ്ഞല്ലോ സാമവേദത്തിൽ സംഗീതത്തിൻ്റെയും ചന്തത്തിൻ്റെയും വിവരണങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അതിലാണ് ഇവർ പറയുന്നത് ശബ്ദതരംഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ശബ്ദം ഇത്ര സമയം കഴിഞ്ഞാൽ മാത്രമേ ഭൂമിയിലെത്തൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെത്തൂ, അതായത് ശബ്ദത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതൊന്നുമല്ല. സാമവേദത്തിൽ ശബ്ദതരംഗങ്ങളുടെ രൂപങ്ങളും എത്രങ്ങളും അതായത് എത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളും വ്യാസങ്ങളും വിവരണങ്ങളുണ്ട്. ഇത് എന്താണ്, പ്രാകൃതത്തിൽ ഡയമെൻഷൻ തത്വങ്ങളിൽ പെടുന്നതാണ്. അതായത് ശബ്ദം, അതായത് ഈ നമ്മളെ രാഗങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ദേവനെ പ്രാർത്ഥിക്കുമ്പം എങ്ങനെ നീട്ടണം, വലിക്കണം, കുറക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് ഭജന, അതായത് പാട്ടാക്കുന്ന രൂപം എങ്ങനെ, അതായത് നമ്മൾ സംസാരിക്കുന്നതും ഭജന പാടുമ്പോൾ ഉള്ളതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതുമാത്രമാണ് ഇതിൽ പറഞ്ഞത്. ആ ശബ്ദതരംഗങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് നമ്മളെ ഈ ഇപ്പം സ്പേസ് ഷിപ്പ് എന്നൊരു ശബ്ദം ഇപ്പോൾ അതായത് ഇത് വിട്ട് കഴിഞ്ഞാൽ സിഗ്നൽ ശബ്ദതരംഗങ്ങളാക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന സംഭവത്തിനെ കുറിച്ചൊന്നല്ല. ഈ സംഗീതത്തിനിൽ പാട്ട് ഭജന പാടുന്ന സമയത്ത് എങ്ങനെ നീട്ടിയും കുറച്ചും എല്ലാം പാടണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. അതിനാണ് ഇവർ ശബ്ദതരംഗങ്ങളെക്കുറിച്ച് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇതിനൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല, വേദം വായിക്കാത്തതിൻ്റെയും പഠിക്കാത്തതിൻ്റെയും ഒറ്റ പ്രശ്നമാണ്. അല്ലാണ്ട് ഈ വേദത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം. അതിൽ കൂടുതലൊന്നും വിശദീകരിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. പിന്നെ പറയുന്നത് അഥർവവേദത്തിൽ ആരോഗ്യവും സംരക്ഷണത്തിനെ കുറിച്ചിട്ട് പറയുന്ന കൂട്ടത്തിൽ അഥർവവേദം മാനവ ശരീരത്തിൻ്റെ സങ്കീർണതകളും അതിൻ്റെ അളവുകളും വിശകലനം ചെയ്യുന്നതാണ്. ഇതിൽ ഔഷധങ്ങളുടെ അളവ്, ആയുർവേദത്തിലെ ചികിത്സാ മാർഗങ്ങൾ എന്നിവയിൽ സൂചനകൾ മാത്രമേ ഉള്ളൂ. അതിലാണ് ഇവർ പറയുന്നത് വേദത്തിൽ ശരീരശാസ്ത്രത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, മറ്റേ ഹൃദയത്തിനെ കുറിച്ചിട്ടും മറ്റേനെ കുറിച്ചിട്ടും അർച്ചനെ കുറിച്ചിട്ടെല്ലാം പറയുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. ഇതൊന്നുമില്ല അതിൻ്റെ അകത്ത്. ഇത് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതായത് ഔഷധങ്ങൾ എങ്ങനെ കൊടുക്കുക, അതിൻ്റെ അളവ്, കാര്യങ്ങൾ, ഇത് ഔഷധത്തിൽ ഒരു കൊടുക്കുന്ന സമയത്ത് ഇന്ന മന്ത്രം ജപിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന കുഴലിലൂടെ കയറിപ്പോയിട്ട് ഇന്ന സ്ഥലത്തെത്തും എന്നുള്ള കാര്യങ്ങൾ മാത്രം. അങ്ങനെയല്ലാനാന്ന് പറയുന്നത്. കുഴൽ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെർവ്സാണെന്നൊന്നും പറയാനും പറ്റില്ല. നരവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. അതൊക്കെ ഒരു കുഴൽ എന്നുള്ള ഒരു അർത്ഥം വരുന്നത്, അതായത് മലയാളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കുഴൽ എന്നുള്ള ഒരു അർത്ഥം വരും, അത്രയേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലൊക്കെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളാണ് വേദത്തിൻ്റെ വേദത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. വേദസാഹിത്യത്തിൻ്റെ ഭാഗമാണത്.
അത് പിന്നെ വേദങ്ങളെ രചിച്ചതിന് ശേഷം എത്രയോ കാലഘട്ടത്തിന് ശേഷം ഇതൊന്ന് വിശദീകരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിൽ തത്വചിന്തകൾ, 3 ലോകങ്ങൾ, അഷ്ടദിക്കുകൾ, 8 ദശകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. അത് വെച്ചാൽ അത് ഈ മറ്റേ പ്രപഞ്ചത്തിൻ്റെ ഡയമെൻഷൻ, അതായത് ആദ്യം തൊട്ട് അവസാനം വരെയൊക്കെ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പിലേ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 ലോകങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട 9 ലോകങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് ഈ ഭൂമിയൊക്കെ. ആ 9 ലോകങ്ങൾ എടുത്തിട്ടാണ് ഈ ജ്യോതിഷന്മാർ എന്ത് പറയുന്നത്, ഈ 9 ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മളെ ശാസ്ത്രം കണ്ടുപിടിച്ച ഗ്രഹത്തിനെ കുറിച്ചൊന്നല്ല അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു വേർഡാണ്. അതിൻ്റെ മലയാളം കൃത്യമായിട്ട് എനിക്ക് പറയാനറിയില്ല. പക്ഷേ ഇത് ഗ്രഹത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. ഒരു സംഭവത്തിൻ്റെ ആകൃതിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നില്ല. സൂര്യൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെച്ചാൽ സൂര്യൻ ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന സ്ഥലം വരെ പോകുന്നു. അത് 7 രഥങ്ങൾ കൂട്ടിയിട്ടുള്ള ഒരു പ്രകാശം ജ്വലിച്ചിട്ടുള്ള ഒരു സംഭവത്തിൽ പോകുന്ന സമയത്ത് ഈ ഓരോരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ, ഓരോരോ ലോകങ്ങളിലെത്തുമ്പോൾ അവിടേക്ക് പ്രകാശം ചൊരിയുന്നു എന്നുള്ളത് മാത്രമാണ് അതിൽ പറഞ്ഞത്. ഇത് വെച്ചിട്ടാണ് ഇവരെന്ത് പറയുന്നത്, വേദങ്ങളിൽ 14 ഡയമെൻഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ പോരാത്തതിന് SMS മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റേതാക്കുന്നുണ്ട് മറിച്ചതാക്കുന്നുണ്ട് എന്ന് വീം വളക്കുന്നു. ഇത് വേദം വായിക്കോ പഠിക്കോ ചെയ്യാത്തതിൻ്റെ ഒറ്റ പ്രശ്നമാണ്. ഈ വേദങ്ങളിൽ താത്വികമായ, മാനസികമായ, ആത്മീയമായ ഡയമെൻഷനുകൾ പരാമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ യഥാർത്ഥ ഗണിതശാസ്ത്രപരമായ ഡയമെൻഷനുകൾക്കൊപ്പം യോജിപ്പിച്ച് കാണാൻ പറ്റൂല. അതാണ് ഇത് പറയുന്നത്. ഇനി മാതാഫിസിക്കൽ എന്ന് പറയുന്നുണ്ട്. ഇനി മാതാഫിസിക്കലിനെ കുറിച്ചിട്ട് എന്താണ്, മിതാഫിസിക്കൽ എന്ന് പറയുന്നുണ്ട്. മിതാഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ശാസ്ത്രമായതും പാഠ്യശാസ്ത്രങ്ങളുമായും ഇടയ്ക്ക് വരുന്ന അതിലപ്പുറം നിലകൊള്ളുന്ന തത്വചിന്തകളെയാണ് മിതാഫിസിക്കൽ എന്ന് പറയുന്നത്. അത് നമ്മളെ ഫിസിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്വാണ്ടം ഫിസിക്സ് ആയിട്ടല്ലാണ് ഇതിനെ ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത്. പക്ഷേ ഇത് അതുമായിട്ടൊന്നും ഒരു സംഭവം അതിനകത്ത് വരുന്നില്ല. മിതാഫിസിക്കൽ ഉള്ളത് ശാസ്ത്രത്തിലേക്കുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് ഈ ശാസ്ത്രമല്ല, ഭൗതിക നമ്മളെ ഒറിജിനൽ ശാസ്ത്രമല്ല, കാണുന്ന അളക്കാവുന്ന പരിശോധന. അതായത് ഇപ്പോൾ ഈ മഴ വരുന്നത്, ഇപ്പോൾ പണ്ടുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാനം നോക്കിയിട്ട് സമയം പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന കാലത്ത് ഈ തുലാവർഷം, കാലവർഷം എന്നെല്ലാം പറയുന്നതിന് പകരം ഈ കർക്കിടക മാസം, ഇത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇന്ന സമയത്ത് മഴ പെയ്യും, അത് എല്ലാ കൊല്ലവും ആ സമയത്ത് മഴ പെയ്യും. അത് 1-2 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം വ്യത്യാസം വരാം, ഒരാഴ്ച കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അത് പറയുന്ന സംഭവമാണ് ഈ മിതാഫിസിക്കൽ എന്നൊക്കെ പറയുന്നത്. അസ്തിത്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മിതാഫിസിക്കലിൽ തന്നെ. അതായത് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്, ഇതെങ്ങനെ ഉണ്ടായി, ഇളനീരിൽ എങ്ങനെ വെള്ളം വന്നു, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് വേദത്തിലുള്ളൊരു സംഭവമാണ്. അതായത് അവിടെയുള്ളത് സൃഷ്ടിയാണ്, സൃഷ്ടിക്കുന്നതാണ്, ദൈവം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്നുള്ളത് മാത്രം പറയുന്നു. അപ്പം അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഈ സൃഷ്ടി അവിടെ വരുന്നത്. വേദത്തിൽ സൃഷ്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അസ്തിത്വത്തിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുവാണ്, എവിടെയാണ് അവിടെ ഉണ്ടാവുന്നത് എന്താണ് എന്ന അടിസ്ഥാന ചോദ്യം, യാഥാർത്ഥ്യം, അവിടെയുള്ളത്, സൃഷ്ടിയുടെ അർത്ഥം എന്നിവയെക്കുറിച്ച് വിവരണങ്ങൾ നൽകുന്നു. മലയാളത്തിൽ കുറച്ച് കഷ്ടപ്പാടാണ് ഈ സംസ്കൃതത്തിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ, പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിക്ക് വാക്കുകളൊന്നും കറക്റ്റ് കിട്ടിയെന്നൊന്നും വരില്ല. പിന്നെ ഏകത്വം, പ്രപഞ്ചം മുഴുവൻ ഒരു ഏകത്വം, അതിൻ്റെ തത്വങ്ങൾ. അതായത് ഏകത്വം എന്ന് പറഞ്ഞാൽ സൂര്യൻ നേർരേഖയിൽ സഞ്ചരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരറ്റത്ത് അവസാന ലോകവും ആദ്യത്തെ അറ്റത്ത് ആദ്യത്തെ ലോകവും, അതായത് ആദ്യം വരുന്നത് അങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. ഒരുപാടുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോ അത്രയും ലെങ്തി ആയിപ്പോൾ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നേർരേഖയിൽ 14 ലോകങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സൂര്യൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. സൂര്യദേവൻ അയാളുടെ രഥത്തിൽ ഇങ്ങനെ പോകുന്നു. അതന്നെ ഏകത്വം എന്ന് പറയുന്നത്. അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ ശാസ്ത്രം കണ്ടുപിടിച്ച ഒരു സംഭവമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇന്ന് ശാസ്ത്രം പറയുന്ന ഒരു സംഭവവും ഈ വേദത്തിലില്ല. ഈ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന സംഭവം എല്ലാം വേറെ തന്നെയാണ്. ആ പ്രപഞ്ചം ഈ 14 ലോകങ്ങളെ ചുറ്റിപ്പറ്റിയിട്ട് മാത്രം പറയുന്നതാണ്. 14 ലോകങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങളല്ല. ഗ്രഹങ്ങൾക്ക് കൃത്യമായ ആകൃതിയും ഇതും കാര്യങ്ങളൊക്കെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും എന്തല്ല, ഈ സംഭവമല്ല. ഓക്കെ, അതാണ് സംഭവം. ഇനി അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേദങ്ങൾ വായിക്കണം. വേദങ്ങൾ കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്
എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് എന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ച ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ വേദമൊക്കെ എടുത്തിട്ടൊന്ന് പഠിക്കുക, അല്ല വായിക്കുക. ഇത് വായിച്ച് അറിയുന്നവരോട് വായിച്ച് കേൾപ്പിക്കുക, എന്നിട്ട് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുക. അല്ലാതെ വേദത്തിൽ SMS മെഡിറ്റേഷനെ കുറിച്ചിട്ടോ അല്ലെ ഡയമെൻഷനുകളെ കുറിച്ചിട്ടോ, അതായത് ഇന്ന് ഈ 14 ഡയമെൻഷനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും വിവരിച്ചത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലാത്തവർ വീണ്ടും വിശ്വസിച്ചു. എനിക്ക് യാതൊരു വിധ കുഴപ്പമില്ല. നിങ്ങൾ തസ്മൈ ശ്രീ ഗുരുജീനെ കുറിച്ചിട്ട് എന്തും ഞാൻ ഒരു കുറ്റം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇപ്പോൾ ഇന്നലത്തെ പത്രത്തിലെല്ലായിട്ട് ഒരാൾ ദൈവത്തിൻ്റെ കഥ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ടപ്പാടും ദുരിതവും മക്കളെ ഇതൊക്കെ എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും, ആരെങ്കിലും മരിച്ചങ്ങാറ്റം പോയിട്ടുണ്ടെങ്കിൽ. ഇത് എത്രയും ആൾക്കാർ പോയിട്ട് ഇന്നലെ കാലിൻ്റെ അടിയിലെ മണ്ണ് വാരാൻ പോയതാ പോലും എല്ലാം ചത്തു തുടങ്ങിയിട്ടുണ്ട് കുറേ എണ്ണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം എടുത്ത് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും എല്ലാം ആയിട്ട് വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തെല്ലാം നോക്കി എല്ലാം പഠിച്ചിട്ട് ഇത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കളെ കാട്ടിയും വലിയ അഡിക്റ്റായി പോകും മക്കളെ. പിന്നെ അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ഒരു മരുന്നിനും മന്ത്രത്തിനും പറ്റൂല. അത് ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ ഇതിൽ നിന്ന് ഊരി വരാൻ പറ്റൂല, കഷ്ടപ്പാടായിരിക്കും. പിന്നെ ഭാര്യനെ നോക്കൂല, മക്കളെ നോക്കൂല, കുടുംബം നോക്കൂല, ഒരു കാര്യം ചെയ്യൂല. ഇത് തന്നെ ആയിരിക്കും. എൻ്റെ നാട്ടിലൊരു ചങ്ങായിൻ്റെ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഇതേ ആത്മീയതയിൽ വീണിട്ട് ഈ ചങ്ങായി മൊത്തം ആത്മീയത ഭയങ്കര ഭക്തി എല്ലാം കൂടെ പോയിട്ട് ഇതെല്ലാം എന്തെടുത്തിട്ട് ഹോമം കൊണ്ടെല്ലാം തയ്യാറാക്കിയിട്ട് ഇഷ്ടികയും പൂഴി എല്ലാം കൂടെ വെച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിച്ചിട്ട് നെയ്യും മറ്റേ സാധനവും മറിച്ചതെല്ലാം ഇട്ട് കത്തിച്ചു. വീടടക്കം കത്തിച്ചു പോയി മക്കളെ. ഫയർഫോഴ്സ് വന്നിട്ടാണ് രക്ഷിച്ചിനി, അല്ലാണ്ട് ഒരു ദേവനും അവിടെ വന്നിട്ടില്ല. കത്തിച്ചാവേണ്ടിയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയതാണെന്ന് നാട്ടുകാർ തീ വളർന്ന കണ്ടിട്ട് ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സാണ് വന്ന് രക്ഷിച്ചിന്. ഒരു വിഷ്ണുവല്ല, ഒരു ദേവനും അല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ എന്ത് ചെയ്യും, കേസെടുക്കും, പോലീസ് കേസെടുക്കും, പ്രശ്നമാണ്. അപ്പോൾ ആദ്യം അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ചെയ്യുക. അത് ചെയ്യുന്നതിനൊന്നും ആരും കുറ്റം പറഞ്ഞില്ല, നിങ്ങൾ ചെയ്തോ, ഒരു പ്രശ്നമില്ല. ഇത് ഗ്യാസ് സിലിണ്ടറിലില്ല വീടാണ്, കത്തിപ്പോയാൽ തീർന്നു മക്കളെ. അടുത്ത വീടും അല്ല, അതിൻ്റെ അപ്പുറത്തെ വീട് വരെ പൊട്ടിത്തെറിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്തോ, ഇതിന് ബാക്കിയുള്ളവരെയും കൂടെ കഷ്ടപ്പെടുത്തുന്നത്, അത്രയേ ഉള്ളൂ. ഇതെല്ലാം ഒരു വെർച്വൽ അനുഭവമാണ്, അതാദ്യം മനസ്സിലാക്കുക. ഞാൻ പൊട്ടനാണ്, എന്നെ പൊട്ടനെല്ലാം നിങ്ങൾ വിളിച്ചോ, ഒന്നും അറിയാത്ത മന്ദബുദ്ധി എന്നെല്ലാം വിളിച്ചോ, ഒരു പ്രശ്നമില്ല. പക്ഷെ സത്യാവസ്ഥ ഇതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.